നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 8 ചൊവ്വ. വീട്ടാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് കേന്ദ്ര സർക്കാർ 50 രൂപ കൂട്ടി. പാചകവാതക സിലിണ്ടർ വില കൊച്ചിയിൽ 810 രൂപയായിരുന്നത് ഇന്നു മുതൽ 860 രൂപയാകും. സബ്സിഡിയുള്ള പ്രധാനമന്ത്രി ഉജ്ജ്വല സ്കീമിലും ഇളവില്ല. സിലിണ്ടറിന് 510 രൂപയായിരുന്നത് 560 രൂപയാകും. മുനമ്പം ഭൂമി കേസിൽ മുനമ്പം നിവാസികൾക്ക് കക്ഷി ചേരാൻ വഖഫ് ട്രൈബ്യൂണൽ അനുമതി. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്നും നിയമവിരുദ്ധമായാണ് വഖഫ് ബോർഡ് ഏറ്റെടുത്തതെന്നും ചൂണ്ടിക്കാട്ടി ഫാറൂഖ് കോളേജ് നൽകിയ 2 ഹർജികളിലാണ് നാട്ടുകാരെ കക്ഷി ചേരാൻ അനുവദിച്ചത്. മുനമ്പം നിവാസികളായ 3 പേരാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നത്. ആശാ സമരം തുടരും. ആനുകൂല്യ വർധനയെക്കുറിച്ച് പഠിക്കാനുള്ള കമ്മിറ്റിയുടെ കാലാവധി 1 മാസമായി കുറയ്ക്കാമെന്നും ഇപ്പോൾ സമരം പിൻവലിക്കണമെന്നുമുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം ആശാ വർക്കർമാർ നിരസിച്ചു. കുറഞ്ഞത് 3000 രൂപയുടെ വേതന വർധന പ്രഖ്യാപിച്ചാൽ ഉടൻ സമരം പിൻവലിക്കാമെന്നാണ് ആശാ പ്രതിനിധികൾ പറഞ്ഞത്. തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ സംഘടനാ ശക്തി വീണ്ടെടുത്തേ തീരൂ എന്ന തിരിച്ചറിവിൽ കോൺഗ്രസ് നേതൃനിര ഇന്നും നാളെയും ഒത്തുകൂടുന്നു. 1725 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം നാളെ സബർമതിയുടെ തീരത്ത് നടക്കും. CPM ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട MA ബേബിക്ക് പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാനമായ AKG സെന്ററിൽ ആവേശകരമായ സ്വീകരണം. മധുരയിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞെത്തിയ അദ്ദേഹത്തെ വരവേൽക്കാൻ നേതാക്കൾക്കൊപ്പം പാർട്ടി പ്രവർത്തകരും പാളയത്തെ ആസ്ഥാനത്തിനു മുന്നിലെത്തിയിരുന്നു. മാലിന്യ പരിപാലന രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തിയ ഗ്രാമപഞ്ചായത്തുകളിൽ 1-ാം സ്ഥാനം ഒറ്റൂർ പഞ്ചായത്ത് നേടി. മണമ്പൂർ പഞ്ചായത്തിനാണ് 2-ാം സ്ഥാനം. ആറ്റിങ്ങലാണ് മികച്ച മുനിസിപ്പാലിറ്റി. പ്രസവശേഷമുള്ള മരണം കേരളത്തിൽ ദേശീയ ശരാശരിയുടെ 1/5 മാത്രമാണെന്ന് മന്ത്രി വീണ ജോർജ്. 1,00,000 പ്രസവം നടക്കുമ്പോൾ 97 അമ്മമാർ മരിക്കുന്നു എന്നാണ് ദേശീയ ശരാശരിയെങ്കിൽ കേരളത്തിൽ അത് 19 മാത്രമാണ്. അഞ്ചുതെങ്ങ് മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖ കേന്ദ്രത്തിൽ അഴിമുഖത്തെ മണൽപ്പാണിയിൽ ഉറച്ച മത്സ്യബന്ധന ബോട്ടിനെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ കരയ്ക്കെത്തിച്ചു. ഉത്തരക്കടലാസുകൾ നഷ്ടമായതിനെ തുടർന്ന് കേരള സർവകലാശാല നടത്തിയ MBA 3-ാം സെമസ്റ്റർ പുനർപരീക്ഷയ്ക്കെത്തിയത് 65 പേർ. 71 പേരുടെ ഉത്തരക്കടലാസുകളാണ് നഷ്ടമായത്. പുനർപരീക്ഷ പ്രയാസമായിരുന്നെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കലിന് ബജറ്റിൽ 1009 കോടി രൂപ അനുവദിച്ചു. ഇതടക്കം ബജറ്റിലെ വിഹിതം കേരളത്തിലെ പല റെയിൽപാതകളുടെയും ഇരട്ടിപ്പിക്കൽ പദ്ധതിക്ക് നേട്ടമാകും. പ്രസവത്തെ തുടർന്ന് യുവതിയുടെ മരണം, ഭർത്താവ് കസ്റ്റഡിയിൽ. യുവതി മരിച്ചത് രക്തസ്രാവം മൂലം. തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള കേന്ദ്ര പദ്ധതിയായ PM ശ്രീയിൽ രാജ്യത്താകെ 14,500 വിദ്യാലയങ്ങളുടെ വികസനമാണ് വിഭാവനം ചെയ്യുന്നത്. ഒരു ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കീഴിൽ പരമാവധി 2 സ്കൂളുകൾക്കാണ് പദ്ധതിയിൽ ഇടം ലഭിക്കുക. കേരളം പദ്ധതിയിൽ പങ്കാളിയായാൽ ഗുണം ലഭിക്കുക 168 BRCകളിലായി പരമാവധി 336 സ്കൂളുകൾക്കാണ്. ഇതിൽ 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. ശുചിമുറി തുറന്നുകൊടുക്കാത്ത പെട്രോൾ പമ്പിനെതിരെ ഉപഭോക്തൃ കോടതിയിൽ സ്വയം വാദിച്ച് 1.65 ലക്ഷം രൂപ പിഴ ഈടാക്കിച്ച് പത്തനംതിട്ട ഏഴംകുളം സ്വദേശിയും അധ്യാപികയുമായ CL ജയകുമാരി. എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാട് വിഷയത്തിലെ പ്രോസിക്യൂഷൻ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് DMRL നൽകിയ അടിയന്തര ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനും നോട്ടീസ് അയച്ചു. ഇന്നു തന്നെ മറുപടി നൽകാനാണ് നിർദ്ദേശം. വിഷയത്തിൽ നാളെ വിശദമായ വാദം കേൾക്കും. 8ാം ക്ലാസ് എഴുത്തു പരീക്ഷയിൽ 30% മാർക്ക് നേടാതെ പുനർപരീക്ഷ എഴുതേണ്ടത് 86,309 കുട്ടികൾ. 5,516 കുട്ടികൾക്ക് ഒരു വിഷയത്തിന് 30% മാർക്ക് നേടാനായില്ല. പുനർപരീക്ഷ എഴുതേണ്ടവർക്കുള്ള സ്പെഷ്യൽ ക്ലാസ് ഇന്നു മുതൽ 24 വരെ സ്കൂളുകളിൽ നടക്കും. രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് ക്ലാസ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ വ്യായാമവും കായിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പദ്ധതി തയ്യാറാക്കുന്നു. പൊതുവിദ്യാലയങ്ങളിൽ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ദിവസവും നിശ്ചിത സമയം കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് ഉറപ്പാക്കുന്നതാണ് പദ്ധതിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി ലോക സൂംബ ദിനമായ 21/5 തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ 1000 വിദ്യാർത്ഥികളുടെ മെഗാ സൂംബ സംഘടിപ്പിക്കും. വിരുദ്ധ പദ്ധതികളുടെ ഭാഗമായി സ്കൂളുകളിൽ സൂംബ പരിശീലനം ഉൾപ്പെടെ നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു.
കൈകാലുകൾ ചുവന്ന റിബൺ കൊണ്ട് ബന്ധിച്ച് വ്യത്യസ്തമായ സമരവുമായി വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ്. നിയമനം ആവശ്യപ്പെട്ട് സമരം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചർച്ചയ്ക്കോ അനുകൂല നടപടികൾക്കോ ശ്രമമില്ലെന്നും ഇന്നു മുതൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലെന്ന് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ കണ്ടെത്തി. രാജ്യത്ത് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഫെബ്രുവരിയിൽ നടത്തിയ പരിശോധനയിൽ യോഗ്യത നേടാത്ത 56 ബാച്ച് മരുന്നുകളിൽ 21 ബാച്ചും കേരളത്തിൽ നിന്നാണ്. ഇതിൽ 4 ബാച്ച് പിടിച്ചെടുത്തത് സർക്കാർ ആശുപത്രികളിലും കാരുണ്യ മെഡിക്കൽ സ്റ്റോറുകളിലും മരുന്ന് നൽകുന്ന കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ തൈക്കാട് ഗോഡൌണിൽ നിന്നാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേൽക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ കടം 1.57 ലക്ഷം കോടി. സംസ്ഥാന സർക്കാരിന്റെ ആകെ കടം 6 ലക്ഷം കോടിയിലേക്ക് കുതിക്കുന്നു. ഈ വർഷത്തെ കടമെടുപ്പ് കൂടി പൂർത്തിയാകുമ്പോഴാണ് 6 ലക്ഷം കോടിയിലേക്ക് ഉയരുക. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ഓൺലൈനിൽ ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ 10 മുതൽ ത്രിതല പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും. ഇതോടെ കോർപ്പറേഷനുകൾക്കും നഗരസഭകൾക്കും പുറമെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും കെ സ്മാർട്ട് സേവനം ലഭ്യമാക്കും. വ്യാഴാഴ്ച 10:30 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. യുവതിയുടെ ആത്മഹത്യക്ക് കാരണക്കാരനായി ആരോപിച്ച് 28 വർഷം മുമ്പ് പ്രതി ചേർക്കുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ഭർത്താവിനെ സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കി. വ്യാപാര യുദ്ധം വ്യാപകമാകുന്നതിന്റെയും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് അമേരിക്ക നീങ്ങുന്നതിന്റെയും പശ്ചാത്തലത്തിൽ ലോകമെങ്ങും ഓഹരി വിപണികൾ തകർന്നടിഞ്ഞതിനൊപ്പം ഇന്ത്യൻ വിപണിയിലുണ്ടായതും ചരിത്രത്തിലെ ഏറ്റവും ഭീമമായ തകർച്ചകളിലൊന്നാണ്. രൂപയ്ക്ക് 32 പൈസയുടെ നഷ്ടം. യുഎസിന്റെ ഉയർന്ന തീരുവയെ തുടർന്ന് ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി കുത്തനെ കൂടാൻ സാധ്യത. കായികം. IPL മുംബൈക്കെതിരെ ബംഗളൂരുവിന് 12 റൺസ് ജയം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.